Continuity. Consider the function f of x is equal to x square. ഇതിൻ്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുമ്പോൾ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്കൊരു കണ്ടിന്യൂസ് കർവ്, ഈ പരാബോളയാണ് ലഭിക്കുന്നത്. ദിസ് കർവ് ഈസ് കണ്ടിന്യൂസ്, therefore the function is continuous. Another function f of x is equal to 1, x less than or equal to 0, 2, x greater than 0. ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ when x less than 0, f of x is equal to 1 and when x greater than 0, f of x is equal to 2. ഇതിൻ്റെ ഗ്രാഫിനൊരു ബ്രേക്ക് വന്നിട്ടുണ്ട്, നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇത് വരയ്ക്കാൻ പറ്റില്ല. Therefore, this function is not continuous at x is equal to 0. x is equal to 0 ഈ ഗ്രാഫിനൊരു ബ്രേക്ക് വന്നിരിക്കുകയാണ്. Third example, f of x is equal to 1, x not equal to 0 and 2 when x is equal to 0. ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ x 0 ആകുമ്പോൾ f of x 2 ആണ്. When x is not equal to 0, f of x is 1. ഇത് 1, ഇത് 2. ഇതിൻ്റെ ഗ്രാഫും x is equal to 0 വരുമ്പോൾ ഒരു ബ്രേക്ക് വരികയാണ്. Therefore, this function is not continuous at x is equal to 0. Continuity at a point. A function f of x is continuous at a point x is equal to a if it satisfies three conditions. First one, f of a is defined. That means value of the function at x is equal to a is defined. Second one, limit x tends to a, f of x exists. Third condition, limit x tends to a, f of x is equal to f of a. ഒരു ഫംഗ്ഷൻ എക്സ് ഈസ് ഈക്വൽ ടു എയിൽ കണ്ടിന്യൂസ് ആകണമെങ്കിൽ എഫ് ഓഫ് എക്ക് ഒരു വാല്യൂ ഡിഫൈൻഡ് ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ, എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യണം. അതിനുവേണ്ടി എയിലെ ലെഫ്റ്റ് ലിമിറ്റും എയിലെ റൈറ്റ് ലിമിറ്റും ഈക്വൽ ആകണം. ദാറ്റ് മീൻസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ്. തേർഡ് കണ്ടീഷൻ, സെക്കൻഡ് കണ്ടീഷനിൽ കിട്ടുന്ന ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സും ഫസ്റ്റ് കണ്ടീഷനിൽ കിട്ടുന്ന എഫ് ഓഫ് എയും ഈക്വൽ ആയിരിക്കണം. ഈ മൂന്ന് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്താൽ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു എ. ഇഫ് എനി ഓഫ് ദീസ് കണ്ടീഷൻസ് ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ്, ദെൻ എഫ് ഓഫ് എക്സ് ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു എ. And x is equal to a is a point of discontinuity. Next, a function f of x is said to be continuous if it is continuous at every point of its domain. First problem, show that f of x is not continuous at x is equal to 1, where f of x is equal to x plus 2, x less than 1, 0, x is equal to 1, x minus 2, when x greater than 1. ഈ ഫംഗ്ഷൻ x is equal to 1 എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആകണമെങ്കിൽ മൂന്ന് കണ്ടീഷൻസ് ആണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. ഇവിടെ എയുടെ സ്ഥാനത്ത് x is equal to 1 എന്നാണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് കണ്ടീഷൻ, f of 1. f of 1 means value of the function when x is equal to 1. x 1 ആകുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ അതാണ് f of 1. Therefore, f of 1 is equal to 0. Second condition, you have to check whether limit x tends to 1 f of x exists or not. അതിനുവേണ്ടി നമുക്ക് ആദ്യം ലെഫ്റ്റ് ലിമിറ്റ് കണ്ടുപിടിക്കണം, പിന്നീട് റൈറ്റ് ലിമിറ്റ്. ലെഫ്റ്റ് ലിമിറ്റ് x tends to 1 minus f of x. 1 മൈനസ് എന്ന് പറയുന്നത് -1 അല്ല, ലെഫ്റ്റ് ലിമിറ്റ് എന്ന് കാണിക്കാനാണ് നമ്മൾ ഈ -1 ഇടുന്നത്. ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് x tends to 1. x tends to 1 minus is same as limit x tends to 1, but x is less than 1. x tends to 1 minus means x approaches 1 from the left side. നമ്മൾ x ലെസ് ദാൻ 1 എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഈ വാല്യൂ എടുക്കുക, x ലെസ് ദാൻ 1, x plus 2.
limit x tends to 1 x plus 2 is 1 plus 2. X in 1 and the value 1 plus 2, that is equal to 3. Now we want to find right limit. Limit x tends to 1 f of x. Limit x tends to 1 f of x is equal to limit x tends to 1 plus means x is greater than 1. Therefore, we have to substitute the value x minus 2. Limit x tends to 1, x minus 2, x in 1 എന്ന് കൊടുക്കുമ്പോൾ 1 minus 2, that is minus 1. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ലിമിറ്റ് 3 എന്നും റൈറ്റ് ലിമിറ്റ് പ്ലസ് മൈനസ് 1 എന്നുമാണ് കിട്ടിയിരിക്കുന്നത്. Therefore, left limit is not equal to right limit. That is, limit x tends to 1 minus f of x not equal to limit x tends to 1 plus f of x. Therefore, what? Therefore, limit x tends to 1 f of x does not exist. Does not exist. Therefore, second condition satisfy ചെയ്യുന്നില്ല. Therefore, the function is not continuous at x is equal to 1. Okay. Next problem. Check the continuity of f of x is equal to mod x by x, x not equal to 0, 1. X is equal to 0 at x is equal to 0. Continuity at a point. Listen. Mod x is equal to x when x greater than or equal to 0 and minus x when x less than 0. This is a definition of mod x. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഇനി കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ, കണ്ടിന്യൂറ്റി അറ്റ് x is equal to 0 ചെക്ക് ചെയ്യാൻ first f of 0. f of 0 means value of f of x when x is equal to 0, 1. Second condition, limit x tends to 0 minus f of x is equal to limit x tends to 0 minus means x is less than 0 mod x by x. This is same as limit x tends to 0 when x is less than 0 mod x is minus x by x. Cancel ആവുമ്പോൾ നെഗറ്റീവ് 1 വരും. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ -1. Now write limit. Limit x tends to 0 plus f of x is equal to limit x tends to 0 plus. X tends to 0 plus means x greater than 0. Therefore, f of x is mod x by x. Mod x by x. This is equal to limit x tends to 0 when x is greater than 0 mod x is x. Therefore, mod x is x by x. Cancel ആകുമ്പോൾ 1 എന്ന് വരും. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 1 എന്ന് കിട്ടും. Left limit is -1 and right limit is +1. Therefore, what? Limit x tends to 0 minus f of x, left limit, not equal to limit x tends to 0 plus f of x. Therefore, limit x tends to 0 f of x does not exist. Second condition ഇവിടെ satisfy ചെയ്യുന്നില്ല. Therefore, f is not continuous at the given point x is equal to 0. Third problem, f of x is equal to x cube minus 3, x less than or equal to 2, x square plus 1 when x is greater than 2. Check the continuity of the function. Listen, here we have to check the continuity of the function throughout its domain. ഇവിടെ ഒരു പ്രത്യേക പോയിന്റിൽ ചെക്ക് ചെയ്യാനല്ല പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഡൊമൈനിൽ ഫുൾ നമുക്ക് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണം.
അതിനുവേണ്ടി നമ്മൾ 3 കേസായിട്ട് ഈ ഫംഗ്ഷനെ തിരിക്കും. കേസ് 1 ഈസ് എക്സ് ലെസ് ദാൻ 2 എന്ന പോയിന്റ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതാണ്. കേസ് 2 ഈസ് എക്സ് ഗ്രേറ്റർ ദാൻ 2 ആൻഡ് കേസ് 3 ഈസ് ഈക്വൽ ടു എക്സ് ഈസ് ഈക്വൽ ടു 2. ഈ 3 കേസ് കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ഡൊമൈൻ ഫുള്ളായിട്ട് കവർ ചെയ്യുന്നതാണ്. When x is less than 2, f of x is x cube minus 3. It is a polynomial, therefore it is continuous. ഈ റീജിയനിൽ ഇത് കണ്ടിന്യൂസ് ആയിരിക്കും. പോളിനോമിയൽ ഫങ്ഷൻസ് ആർ കണ്ടിന്യൂസ്. കേസ് 2, x greater than 2. When x is greater than 2, f of x is what? X square plus 1. This is also a polynomial, therefore continuous in the region. Now case 3. Case 3 is equal to x is equal to 1. Sorry, x is equal to 2. Case 3 is x is equal to 2. ഇത് കണ്ടിന്യൂറ്റി അറ്റ് എ പോയിന്റ് ആണ്. ഇത് നമുക്ക് 3 കണ്ടീഷൻസ്, നേരത്തെ ചെയ്ത പോലെ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഫസ്റ്റ് വൺ എഫ് ഓഫ് 2. എഫ് ഓഫ് 2 മീൻസ് വെൻ എക്സ് ഈസ് ഈക്വൽ ടു 2, വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ. വെൻ എക്സ് ഈസ് ഈക്വൽ ടു 2, എഫ് ഓഫ് എക്സ് ഈസ് ഗിവൺ ആസ് എക്സ് ക്യൂബ് മൈനസ് 3. എക്സ് ക്യൂബ് മൈനസ് 3. എക്സിന് 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 ക്യൂബ് മൈനസ് 3. 2 cube minus 3, that is 5. Second condition, limit x tends to 2 minus f of x. Limit x tends to 2 minus f of x is equal to limit x tends to 2. 2 minus means x is less than 2. Therefore, x cube minus 3. എക്സ് ക്യൂബ് മൈനസ് 3 നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എക്സിന് 2 എന്ന് കൊടുക്കുമ്പോൾ 2 ക്യൂബ് മൈനസ് 3, ദാറ്റ് ഈസ് ഓൾ 5. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2. 2 പ്ലസ് മീൻസ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 2. ഫംഗ്ഷൻ എക്സ് സ്ക്വയർ പ്ലസ് 1. എക്സ് സ്ക്വയർ പ്ലസ് 1. എക്സിന് 2 എന്ന് കൊടുക്കുമ്പോൾ 2 square plus 1, that is also 5. Here left limit is same as right limit. That means limit x tends to 2 minus f of x is same as limit x tends to 2 plus f of x. Therefore we can say limit x tends to 2 f of x exists and its value is 5. ഇവിടെ സെക്കൻഡ് കണ്ടീഷന് സാറ്റിസ്ഫൈ ചെയ്തിരിക്കുകയാണ്. ഇനി തേർഡ് കണ്ടീഷനിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2, എഫ് ഓഫ് എക്സും എഫ് ഓഫ് 2ഉം സെയിം ആണോ എന്നാണ് നോക്കേണ്ടത്. വി ഗോട്ട് എഫ് ഓഫ് 2 as 5 ആൻഡ് ഓൾസോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2, എഫ് ഓഫ് എക്സ് ഈസ് ഓൾസോ 5. Therefore limit x tends to 2, f of x is equal to f of 2. All the 3 conditions are satisfied. Therefore f of x is continuous at x is equal to 2. In all the 3 cases, the function is continuous. Therefore, f of x is continuous function. അപ്പോൾ ത്രൂ ഔട്ട് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ ഇങ്ങനെ കേസസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് വേണം ചെയ്യാൻ. കണ്ടിന്യൂറ്റി അറ്റ് എ പോയിന്റ് ആണെങ്കിൽ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നോ എന്ന് നോക്കണം. Okay.